കെ.ടി. ജലീൽ നല്ല ആര് ചെയ്താലും അത് വളരെ മോശമാണ്. കുട്ടികൾക്കും മുതിർന്നോൽക്കും മനുഷ്യരായി ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതൊരു പൊതുവേദിയിൽ വെച്ചിട്ട് ഈ കോലത്തിലൊക്കെ പറയുമ്പോൾ അവരുടെ അഭിമാനത്തിന് അത് ക്ഷതമേൽക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ആർക്ക് വേണം? കെ.ടി. ജലീലിന് അവിടെ വേണമായിരുന്നു. അത് അയാൾ ചെയ്തത് വളരെ മോശമാണ്. അതൊരു തരം അപമാനപ്പെടുത്തൽ തന്നെയാണ്. അപ്പൊ ഈ വിവാദം, കെ.ടി. ജലീലിന്റെ വിവാദം ഉണ്ടായപ്പോ നമ്മളെ നാസർ ഫൈസി കൂടത്തായി ഒക്കെ ചില പോസ്റ്ററുകളൊക്കെ മൂപ്പരൊക്കെ വെച്ചിങ്ങാണ്ടൊക്കെ കണ്ടു. അതായത് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബഹുമാനപ്പെട്ട MT ഉസ്താദ് പണ്ട് ആ ഒരു കുട്ടി, പിന്നെ 10ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി സ്റ്റേജുമ്മക്ക് ഇങ്ങനെ വന്നപ്പോൾ ആരെ ഇവരെ അങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോ കെ.ടി. ജലീലിന്റെ ഈ ഒരു വിഷയം വെച്ചിട്ട് താരതമ്യം ചെയ്തിട്ടൊക്കെയാണ് കാവ്യനീതി എന്നൊക്കെ പറയുന്നത്. എനിക്ക് ആ വിഷയത്തിൽ സമസ്തന്റെ പണ്ഡിതന്മാരോട് രണ്ടഭിപ്രായമാണ്. ആ കുട്ടിനെ സ്റ്റേജിൽ വന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് കാണിച്ച അതേ കാര്യം വലിയ തങ്ങള് ഒരു 5-6 പെണ്ണുങ്ങളൊപ്പം നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ നിങ്ങളാരും കാട്ടിയിട്ടില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അതിൽ നിങ്ങൾ മൗനായിരുന്നു. കാരണം അതിനെതിരെ നിങ്ങൾ പറഞ്ഞാല് പല കാളിയന്മാർക്കും പിന്നെ അമ്മിത്തിണ്ടും മരുന്നുങ്ങാണ്ട് കുത്തുവ പറയേണ്ടി വരും എന്ന് കരുതിയിട്ട് നിങ്ങളാരും മുണ്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ ദീനിന്റെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങളെ ആശയപരമായ കാര്യങ്ങളൊക്കെ ചിലവർക്ക് വേണ്ടി മേൽ പ്രയോഗിക്കും, അല്ലാത്തവരോട് നിങ്ങൾ മുണ്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ ഇത് രണ്ട് സംഗതികൾ ഉണ്ടായാലും നമ്മളെ അഭിപ്രായത്തിൽ കെ.ടി. ജലീൽ എന്നല്ല ആരും ഈ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഒരാളെയും അങ്ങനെ പൊതുവേദിയിൽ വെച്ചിട്ടൊന്നും അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതൊന്നും ഒരിക്കലും ഒരു സമൂഹമോ ഇപ്പൊ മതപരമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കൂല. നിങ്ങൾക്ക് എന്താടാ പേര് പോലും എഴുതാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചെവിക്ക് പിടിച്ച് നുള്ളണ ഒരു രീതിയിലൊക്കെ ആവുമ്പോൾ ആ കുട്ടികളെ മനസ്സെന്തായിരിക്കും? അപ്പം കെ.ടി. ജലീൽ പറയുന്നത് എന്താ വെച്ചാൽ അത് എൻ്റെ അധ്യാപകൻ ഉണർന്നു എന്നാ. അങ്ങനെ ഒരു അധ്യാപനം ഉണ്ടോ ജലീൽ സാഹിബേ? അങ്ങനെ ഒരു അധ്യാപനമില്ല. നിങ്ങൾ അധ്യാപകൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അവരെ പിന്നീട് കണ്ടുങ്ങാണ്ട് ക്ലാസ്സിൽ കയറി തിരുത്തുകയാണെങ്കിൽ അതിന് രസമുണ്ടായിരുന്നു. ഇത് സകല മീഡിയകളും അതേപോലെ തന്നെ സകല ആളുകളും അവരുടെ മാതാപിതാക്കളൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങളാ കാട്ടീനോട് ഒരിക്കലും അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രയാസം വന്നു. എന്തിനാ ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇത് നിങ്ങളോട് രാഷ്ട്രീയപരമായ വെറുപ്പുണ്ടെന്ന് ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇത് ഉള്ള മാതിരി പറയാ എന്നുള്ളതുള്ളൂ. മനസ്സിൽ തോന്നിയത് അത് ഉള്ള മാതിരി പറയാ എന്നുള്ളതുള്ളൂ. ഏതായാലും ഇങ്ങനെയൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ. പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട് ആത്മാഭിമാനം. അത് ഏറ്റവും വലിയവനുണ്ട്, പാവപ്പെട്ട വളരെ ദരിദ്രനായ എല്ലാവർക്കും ഉണ്ട്. അവരൊക്കെ നമ്മൾ കാണുമ്പോൾ ചിരിച്ച് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുള്ളൂ.